മോന് ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ കഴിക്കാതായപ്പോൾ എന്നാൽ പിന്നെ അമ്മ കോഴിമുട്ട വറുത്തായിട്ട് ചോദിച്ചപ്പോൾ അവൻ ഓക്കെ എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പിന്നെ കോഴിമുട്ട പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഞാൻ പൊട്ടിക്കട്ടെ എന്ന്. അപ്പോൾ ഓക്കെ അവൻ്റെ കുഞ്ഞ് മനസ്സിൽ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിൻ്റെ മുകളിലൊക്കെ കയറ്റിയിരുത്ത് അവന് കോഴിമുട്ടയൊക്കെ പൊട്ടിക്കാൻ കൊടുത്തേ. വലിയൊരു പാത്രമോട്ടോ വെച്ച് കൊടുത്തത്. ചെറിയ പാത്രത്തിലെങ്ങാനും അവൻ കോഴിമുട്ട വീഴ്ത്തിയില്ലെങ്കിലോ വിചാരിച്ചിട്ടാട്ടോ. കറക്റ്റായി വീഴ്ത്തിയില്ലെങ്കിലോ. എൻ്റെ കയ്യിൽ ആകെ രണ്ട് കോഴിമുട്ട ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ പിന്നെ ഞാൻ വലിയൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്തേ. അവൻ കറക്റ്റായി വീഴ്ത്തിയിട്ടോ കോഴിമുട്ട അതിനകത്ത് തന്നെ ആക്കി. അതുകൊണ്ട് വലിയ സമാധാനം ഇല്ലേ. പിന്നെ ഞാനിപ്പോൾ ആകെ ഇവിടെ തൂത്തുവാരി തുടയ്ക്കേണ്ടി വന്നെന്നെ. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊരു സന്തോഷം കാണണമായിരുന്നേ. കറക്റ്റായി കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നേ. അവൻ അതിനകത്തൊക്കെ കയറി ഇങ്ങനെ തലയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതെന്താണ് സാധനമെന്ന്. അവനിങ്ങനെ പൊട്ടിക്കുന്ന ആദ്യമായിട്ടാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് കയ്യൊക്കെ ഒന്ന് കഴുകാൻ പറഞ്ഞേ. അവൻ നല്ല കുട്ടിയായിട്ട് കയ്യൊക്കെ കഴുകിയിട്ടോ. സാധാരണ പറഞ്ഞാൽ അനുസരിക്കാത്തതാണ്. ഇന്നെന്തോ പറഞ്ഞപ്പോൾ നന്നായി അനുസരിച്ചു. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. ഇതിനകത്ത് ഞാൻ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ, അവന് കൊടുക്കാനല്ലേ. അപ്പം എരിവൊന്നും അങ്ങനെ ചേർത്താറില്ല കേട്ടോ മോന് കൊടുക്കാനും വേണ്ടിയിട്ട്. ഉള്ളി അരിഞ്ഞത് കുറച്ച് വലുപ്പം കൂടിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഉള്ളി മുറിച്ച് എങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഒരു 2 ഇളക്കൊക്കെ ഇളക്കിയിട്ട് പെട്ടെന്ന് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ബട്ടറാണ് ഞാൻ തേച്ച് കൊടുത്തത്. ബട്ടർ തേച്ച് നല്ലപോലെ ഒന്ന് ആ ഒരു പാന് നല്ലപോലെ ബട്ടർ ഒഴിച്ച് കൊടുത്തേ. പക്ഷേ എന്തൊക്കെ ഒഴിച്ചെന്ന് പറഞ്ഞാലും കോഴിമുട്ട ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണ്ട. അതാണ് കോഴിമുട്ടയുടെ ഒരു ഇത്. അതെന്തായാലും അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ പോർഷനിൽ ഓയിലും എണ്ണയൊക്കെ തേച്ച് കൊടുക്കും. പക്ഷേ കോഴിമുട്ട ഒലിച്ച് ഒരു സൈഡിൽ പോയി നിൽക്കും. അതാണ് നമ്മുടെയൊക്കെ കോഴിമുട്ട. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ കോഴിമുട്ട പൊട്ടാതെ എടുക്കലാണ് പാനിന്ന്. പക്ഷേ അങ്ങനെ എനിക്ക് ഒരിക്കലും കിട്ടാറില്ല. ഞാൻ കഷ്ടപ്പെട്ട് നേരെ ഉണ്ടാക്കുന്ന കോഴിമുട്ടകളൊന്നും എനിക്ക് നേരെ കിട്ടാറേ ഇല്ല കേട്ടോ. ഈ ഒരു കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ത്യൻ മാപ്പ് പോലെ ആയി നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ ഞാൻ പൊട്ടിച്ച് അടർത്തിയെടുക്കുമെന്ന് എനിക്കറിയില്ല. കോഴിമുട്ട പൊട്ടാതെ അടർത്തിയെടുക്കുന്നതൊക്കെ ഒരു സ്കില്ലല്ലേ. കടകളിലൊക്കെ എങ്ങനെയാലേ കറക്റ്റായിട്ട് ഇങ്ങനെ പൊട്ടാതെ കറക്റ്റായി എടുക്കുകയെ. അവരെത്ര സ്പീഡിലാണ് കോഴിമുട്ടയൊക്കെ എടുത്തു തരാം. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ച് നോക്കി കണ്ടു എത്ര ശ്രദ്ധിച്ചെടുക്കാൻ നോക്കിയാലും അതിൻ്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എപ്പോൾ പൊട്ടിച്ചാലും ഇതാണ് അവസ്ഥ. അങ്ങനെ കഷ്ടപ്പെട്ട് പൊട്ടിച്ച് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ആക്കിയേ. ഇനി ഇതൊന്ന് പെട്ടെന്നൊന്ന് പ്ലേറ്റിലേക്ക് ആക്കണം, എടുത്ത് കഴിക്കണം. ആ ഒരു പണിയേ ഉള്ളൂ. പക്ഷേ ഇത് കഴിക്കുന്നതും ഒരു ടാസ്ക് തന്നെയാണ്. കാരണം പൊട്ടിച്ച ആൾക്ക് ഇതൊന്ന് കഴിക്കാൻ കൊടുക്കുന്നൊരു പാടില്ലേ. ആളുടെ വായിന്ന് അത് വയറ്റിലോട്ട് എത്താനുള്ളൊരു കഷ്ടപ്പാടുണ്ട്. ആ ഒരു കഷ്ടപ്പാട് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഞാനിത് പ്ലേറ്റിലാക്കി കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അയ്യോ എനിക്കിതൊന്നും കഴിക്കാനൊന്നും വയ്യേ എന്നുള്ളൊരു കിടപ്പിലായിരുന്നേ. അവൻ സോഫയിൽ കിടന്നിരുന്ന് അവൻ കഴിക്കാൻ വയ്യാതിരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്തൊരു കഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിപ്പിക്കാനെന്ന്. അവൻ കഷ്ടപ്പെട്ടിട്ടാട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതായിട്ട് ആക്ടിങ് ചെയ്തേ. ഇതിപ്പോൾ വല്ല ചോക്ലേറ്റോ മറ്റോ ആയിരിക്കണം. എന്നാൽ പിന്നെ അവൻ ഒറ്റയടിക്ക് കഴിച്ചു തീർക്കുമായിരുന്നേനെ.